അമ്മേ ശരണം ദേവീ ശരണം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ. ആദിപരാശക്തിയായ അമ്മയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ അമ്മയ്ക്ക് പൊങ്കാലയിടുന്നവർ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ സമർപ്പിക്കുന്ന പൊങ്കാലയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കണമെങ്കിൽ ഇവ തീർച്ചയായും പാലിച്ചിരിക്കണം. അവ ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഗണപതിക്ക് വയ്ക്കാൻ മറക്കരുത്. അതിൽ അവിൽ, മലര്, പഴം, ശർക്കര എന്നിവ ഉൾപ്പെടുത്താം. പായസം തിളച്ചു തൂകുന്നതുവരെ പ്രകൃതിയിൽ നിന്നോ മറ്റ് രീതികളിലോ തടസ്സങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വരനെ മറക്കാതിരിക്കുക. അടുത്തതായി അഗ്നിദേവനെയും വായുദേവനെയും മനസ്സിലെങ്കിലും ഒന്ന് സ്മരിച്ച് പൊങ്കാലയ്ക്ക് അനുമതി വാങ്ങുക. കാരണം പൊങ്കാലയ്ക്ക് തീയും വായുവും പ്രാധാന്യം ആവശ്യമായവയാണ് എന്ന് ഭക്തർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീജനങ്ങളായ അമ്മമാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മൺകലത്തിൽ പൊങ്കാലയിടുന്നതാണ് ഏറ്റവും അനുയോജ്യം. അങ്ങനെ പറയാൻ കാരണം മൺകലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അരിയാകുന്ന മനസ്സ് തിളയ്ക്കുക വഴി മനസ്സിൻ്റെ അഹംഭാവം നശിക്കുകയും ശർക്കര ആകുന്ന പരമാനന്ദത്തിൽ ചേർത്ത് സാക്ഷാത്കാരത്തിൻ്റെ പായസം അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ആഹാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭഗവതിയായ അന്നപൂർണേശ്വരി ഭാവത്തിലും ആറ്റുകാലമ്മയെ ആരാധിക്കപ്പെടുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തിനും തലവേദന പോലെയുള്ള ശിരോരോഗ ശമനത്തിനും വണ്ടപ്പുറ്റ് നേദിക്കുന്നത് ഉത്തമമായി കണ്ടുവരുന്നു. ധനധാന്യ സമൃദ്ധിക്ക് തെരളി നിവേദ്യം, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കാൻ വെള്ള നിവേദ്യം എന്നിവ ഇടുന്നത് കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. പായസം, അത് ശർക്കര ചേർത്താണ് ദേവിക്ക് സന്തോഷം. അത് ഏതു ഭാവത്തിലുള്ള ദേവിയാണെങ്കിലും, ലക്ഷ്മി ദേവിയാവട്ടെ, സരസ്വതി ദേവിയാവട്ടെ, ഭദ്രകാളിയാകട്ടെ, അന്നപൂർണേശ്വരി ആകട്ടെ, ശർക്കര മുഖ്യമാണ്. മത്സ്യമാംസാദികൾ വർജിച്ച് 12 ദിവസത്തെ വ്രതവും ദേവീക്ഷേത്ര ദർശനവുമാണ് പറയുന്നതെങ്കിലും അതിന് കഴിയാതെ പോയവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അതായത് തലേന്നെങ്കിലും അങ്ങനെ ചെയ്ത് പൊങ്കാലയ്ക്ക് പോവുക. ക്ഷേത്രത്തിന് സമീപത്തുള്ളവർ ക്ഷേത്രത്തിൽ കയറി അനുവാദം വാങ്ങുകയും അതല്ല വീട്ടിലാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ മനസ്സുകൊണ്ടും അനുമതി വാങ്ങി മാത്രം അരി അടുപ്പത്തിടുക. നാട്ടിൽ ഇല്ലാത്തവർക്ക് അവർ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ നിൽക്കുന്നിടത്ത് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാം. അതിനായി 1 രൂപ നാണയം അമ്മയെ സങ്കല്പിച്ച് മാറ്റിവെക്കുകയും അമ്മയെ നാട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയുടെ നാട്ടിൽ വന്ന് കണ്ടുകൊള്ളാം എന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പൊങ്കാലയിടുക. നാട്ടിൽ പോകുമ്പോൾ ആ നാണയം അമ്മയ്ക്ക് കാണിക്ക സമർപ്പിക്കുകയും വേണം. അത് മറക്കാതിരിക്കുക. പണ്ടാരടുപ്പിൽ നിന്ന് അഗ്നി പകരുന്ന സമയം നിങ്ങളുടെ വിഷമങ്ങൾ ഏതുമാകട്ടെ, അതിപ്പോൾ മക്കളുടെ ഉന്നതി, മക്കളുടെ വിവാഹം, കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ഉന്നതി, ഭർത്താവിൻ്റെ തൊഴിൽ പുരോഗതി, ദാമ്പത്യപരമായ വിള്ളൽ, അങ്ങനെ എന്തും ഏതും ആകട്ടെ ഒക്കെ ശരിയാക്കി തരാൻ അമ്മയെ മനസ്സുകൊണ്ട് താണ് തൊഴുത് വണങ്ങി അടുപ്പിലേക്ക് തീ പകരുക. നമ്മൾ ശക്തമായി ഭഗവതിയെ സങ്കല്പിച്ചാൽ ഭഗവതി ഓരോ അടുപ്പിനടുത്തും വന്ന് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കും. അത് ലോകത്തിൻ്റെ ഏത് കോണിലും. അത് ഒരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. എന്നാൽ അന്നേ ദിവസം ചെയ്തുകൂടാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പൊങ്കാല കഴിയുന്നവരെ മറ്റ് അമ്പലങ്ങളിൽ അന്നേ ദിവസം പോകാതിരിക്കുക. പൊങ്കാലയ്ക്കായി ഒപ്പം വരുന്നവരോട് അധികം സംസാരിക്കാതിരിക്കുക. കാരണം അബദ്ധവശാൽ നമ്മുടെ ഊമനീര് പൊങ്കാല കലത്തിൽ പതിക്കാൻ സാധ്യതയുണ്ട്. ദേവിക്കുള്ള നേദ്യം ഒരിക്കലും എച്ചിലാകാനോ അശുദ്ധമാകാനോ പാടില്ല. തേങ്ങയും ശർക്കരയും പൊങ്കാല ദിവസം രാവിലെയോ പൊങ്കാല സ്ഥലത്തോ വച്ച് മാത്രം ചിരകുക. പഴകിയ തലേന്നത്തെ ഭക്ഷണ സാമഗ്രികൾ കൊണ്ടല്ല ദേവിക്ക് നേദ്യം നൽകേണ്ടത്. പൊങ്കാല തിളച്ചു തൂവുന്നത് കിഴക്കോട്ടാണെങ്കിൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും മറ്റ് ദിശകളിലേക്ക് തൂവി എന്ന് കരുതി പലരും പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ ഭയക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അമ്മ നിങ്ങളുടെ വിഷമങ്ങൾ കേട്ടുകഴിഞ്ഞു. സിൽക്ക് സാരി കഴിവതും ഒഴിവാക്കുക. തീ കൊണ്ടുള്ള അപായങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ശാസ്ത്രീയമായ ഈ വശം കൂടി പറഞ്ഞു തരുന്നത്. അപ്പോൾ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയുടെ പ്രിയ മക്കൾ ശ്രദ്ധിക്കുമല്ലോ. ഈ പൊങ്കാല കഴിയുന്നതോടുകൂടി എല്ലാവരുടെയും മനസ്സിലെ വിഷമങ്ങൾ അകലട്ടെ എന്ന് അമ്മയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ദേവി നാരായണീ നമസ്തുതേ. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് ഇതുപോലുള്ള ആത്മീയപരമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുക. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.